സോഷ്യൽ മീഡിയ നിറയെ എമ്പുരാന്റെ വിശേഷങ്ങളാണ്. ചെന്നൈയിലും ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെയായി നിരവധി പ്രൊമോഷണൽ പരിപാടികളിൽ മോഹൻലാലും പൃഥ്വിരാജും എത്തിയതിന്റെ വിശേഷങ്ങളാണ് വൈറലാകുന്നത്. സ്വയം ചിരിച്ചും പ്രേക്ഷകരെ ചിരിപ്പിച്ചും ഇരുവരും വളരെ ഉത്സാഹത്തോടെയാണ് പ്രൊമോഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. സമീപകാലത്ത് ഇത്രയും എനർജറ്റിക്കായ ലാലേട്ടനെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പ്രൊമോഷൻ വേളയിലെ ഇരുവരുടെയും ഡ്രസ് കോഡുകളിൽ പോലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. വസ്ത്രം മാത്രമല്ല, ലാലേട്ടനും പൃഥ്വിയും ധരിച്ച വാച്ചുകളും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. 46 ലക്ഷം വില വരുന്ന വാച്ച് ധരിച്ചാണ് ലാലേട്ടൻ ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം എത്തിയത്. പ്രൊമോഷൻ വേളകളിൽ പൃഥ്വി ധരിച്ചത് 34 ലക്ഷം വില വരുന്ന AP മോഡൽ വാച്ചാണ്. ഷൂസുകളിലും കൂളിംഗ് ഗ്ലാസുകളിലും ടീഷർട്ടുകളിലുമെല്ലാം ഇരുവരും വ്യത്യസ്തത കാത്തുവച്ചിരുന്നു. വ്യത്യസ്ത ലുക്കിൽ പൃഥ്വിക്കും ലാലേട്ടനും ഒപ്പം തന്നെ മഞ്ജു വാര്യരും ഇടം പിടിച്ചു. കിടിലൻ ലുക്കിലെത്തിയ മഞ്ജു വാര്യരുടെ ഫാഷൻ സെൻസിനെ കുറിച്ചുള്ള സംസാരവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മോഹൻലാൽ 20 കോടിയാണ് ചിത്രത്തിന് വാങ്ങുന്നതെന്നും പൃഥ്വിയുടെ പ്രതിഫലം 5 കോടിയാണെന്നും ടൊവിനോയുടെ പ്രതിഫലം 1 കോടിയും ഇന്ദ്രജിത്തിന് 75 ലക്ഷമെന്നും മഞ്ജു വാര്യർക്ക് 1.5 കോടിയും സാനിയ അയ്യപ്പന് 50 ലക്ഷം എന്നാണ് പ്രതിഫലമെന്നുമൊക്കെ മുൻപ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ശരിയല്ലെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ്. സിനിമയുടെ ബജറ്റിനെ കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രൊമോഷൻ പരിപാടികളിൽ ഉയർന്നിരുന്നു. പൃഥ്വിയുടെയും മോഹൻലാലിന്റെയും പ്രതിഫലത്തെക്കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ 5 പൈസ പോലും തങ്ങൾ വാങ്ങിയിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. എമ്പുരാന് വേണ്ടി ചെലവ് ചെയ്യാൻ കഴിയുന്ന ഫണ്ട് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം എന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അത് അങ്ങനെ തന്നെ ചെയ്തുവെന്നും ഒരു സിനിമ നിർമ്മിക്കാൻ 100 കോടി ചെലവഴിച്ചിട്ട് അതിൽ 80 കോടിയും താരങ്ങളുടെ പ്രതിഫലം കൊടുത്ത് ബാക്കി 20 കോടിയിൽ നിർമ്മിക്കുന്ന സിനിമയല്ല ഇതെന്നും കയ്യിലുള്ള പണമെല്ലാം സിനിമയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് പൃഥ്വി വെളിപ്പെടുത്തിയത്. ലാഭവിഹിതത്തെക്കുറിച്ച് പൃഥ്വി സംസാരിച്ചിട്ടില്ല. അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പനയിലൂടെ 58 കോടി രൂപയുടെ കളക്ഷൻ ഇതുവരെ ടീം നേടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചതാണ് ഈ കണക്ക്. ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്കുമണികൾക്കിടയിലായിരുന്നു നാടകീയ നിമിഷങ്ങൾ അണിയറ പ്രവർത്തകർക്കിടയിൽ നടന്നത്. അവസാന നിമിഷം ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതോടെ ചിത്രം ഇനി എപ്പോൾ എത്തും എന്ന ആശങ്കയിലായിരുന്നു അണിയറ പ്രവർത്തകരും ആരാധകരും. ഇതോടെയാണ് ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നത്. ഇതുവരെ ലൈക്ക മുടക്കിയ എല്ലാ തുകയും അദ്ദേഹം കൊടുത്തു. പറഞ്ഞ ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. പ്രീ റിലീസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ലൈക്കയും അണിയറ പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായത് എന്നാണ് സൂചന. ഇതുമൂലം ഓവർസീസ് റൈറ്റ്സ്, OTT ബിസിനസ് എന്നിവയിൽ ധാരണയിലെത്താനായില്ലെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിത്രത്തിന് UA 16+ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് ആണ്. സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും 10 സെക്കൻഡ് മാത്രമാണ്. ഇതിൽ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നതും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, സയ്യിദ് മസൂദുമായിട്ടുള്ള ബന്ധം, ഖുറേഷി അബ്രാം ബന്ധം എന്നിവയാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്.